ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഒരു സിനിമയുടെ ഫസ്റ്റ് ഹാഫ് എടുത്ത് സെക്കൻഡ് ഹാഫിലേക്കും സെക്കൻഡ് ഹാഫ് എടുത്ത് ഫസ്റ്റ് ഹാഫിലേക്ക് ഇട്ടിരുന്നെങ്കിൽ ഒരു പൊട്ടിയ പടത്തെ വിജയിപ്പിക്കാമായിരുന്നു എന്ന് പറഞ്ഞു കേട്ടത് കമ്മാരസംഭവം എന്ന സിനിമ ഇറങ്ങിയപ്പോഴായിരുന്നു. ഓൾമോസ്റ്റ് പടം കണ്ടിറങ്ങിയ പലരും പറഞ്ഞു കേട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു ഇത്. ആക്ച്വലി അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഈ പടം വിജയിക്കുമായിരുന്നോ അറിയില്ല. ഏതായാലും രാമലീലൊക്കെ ഇറങ്ങി ദിലീപ് കത്തി നിൽക്കുന്ന സമയത്ത് അങ്ങനെ ട്രാക്ക് മാറി ചെയ്ത സിനിമയായിരുന്നു കമ്മാരസംഭവം. പുള്ളി നല്ല കൺട്രോൾഡ് ആയിട്ട് അഭിനയിച്ച് സന്ദർഭത്തിന് ചേർന്ന കോമഡികൾ മാത്രം പറഞ്ഞ് ഏകദേശം ഒരു 90% സീരിയസ് ടോണിൽ കൊണ്ടുപോയ സിനിമയായിരുന്നു ഇത്. ഒരേ സമയം 3 ക്യാരക്ടറും 4 ഗെറ്റപ്പുമായി ദിലീപ് വന്ന ചിത്രം. മുരളി ഗോപി തന്റെ എഴുത്തിലൂടെ ചരിത്രത്തിനിട്ട് കൊട്ടിയ ഒരു സിനിമ. എങ്ങനെയാണ് ചരിത്രം ഉണ്ടാവുന്നതെന്നും അതെല്ലാം മറ്റുള്ളവരുടെ സ്വാർത്ഥ താല്പര്യത്തിൽ എങ്ങനെ അട്ടിമറിക്കപ്പെടുന്നുവെന്നും കാണിച്ചു തന്ന സിനിമയായിരുന്നു ഇത്. പക്ഷേ ഈ സിനിമയെ ഓഡിയൻസ് അത്ര അക്സെപ്റ്റ് ചെയ്തില്ല. ബോക്സ് ഓഫീസിൽ ഈ പടം പൊട്ടിയെങ്കിലും ഈ സിനിമയ്ക്ക് ഒരു കൾട്ട് മൂവി സ്റ്റാറ്റസ് OTT-യിൽ ഇറങ്ങിയപ്പോൾ കിട്ടി. ആക്ച്വലി സിനിമ പൊട്ടാനുള്ള കാരണം എന്തായിരിക്കും എന്ന് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഒന്നാമത്തെ കാരണമാണ് ദിലീപിനെതിരായ കേസ്. ആ കേസ് കാരണം അത്യാവശ്യം നല്ല രീതിയിൽ ഡീഗ്രേഡിംഗ് നേരിട്ട സിനിമയായിരുന്നു ഇത്. ഇതിന്റെ കൂടെ സെക്കൻഡ് ഹാഫ് കൂടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടാതെ വന്നപ്പോൾ ഈ സിനിമയുടെ പതനം പൂർണ്ണമായി. സെക്കൻഡ് ഹാഫ് പെട്ടെന്ന് തുടങ്ങുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഹാഫിൽ കണ്ട കഥയിൽ നിന്ന് ഒരുപാട് മാറിപ്പോയ പോലെ തോന്നും. ഒരു കണക്ഷൻ കിട്ടില്ല. മാത്രമല്ല ഫസ്റ്റ് ഹാഫിൽ വന്ന കഥാപാത്രങ്ങൾ സെക്കൻഡ് ഹാഫിൽ വേറെ ഷെയ്ഡിൽ വന്നപ്പോൾ അത് കണക്ട് ആകാനുള്ള ഒരു പ്രശ്നം വന്ന പോലെ എനിക്ക് തോന്നി. സെക്കൻഡ് ഹാഫ് അത്യാവശ്യം ലാഗുമായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ അത്യാവശ്യം വില്ലത്തരൊക്കെ കണ്ടിട്ട് മതി മറന്നു വന്നപ്പോൾ സെക്കൻഡ് ഹാഫ് പെട്ടെന്ന് വേറൊരു സിനിമ കാണുന്ന പോലെയാണ് തോന്നിയത്. ഫസ്റ്റ് ഹാഫിലെ കഥയും മറന്നുപോയി. ഫസ്റ്റ് ഹാഫിൽ അഭിനയിച്ച ക്യാരക്ടർ സെക്കൻഡ് ഹാഫിൽ വേറെ സ്വഭാവം സ്വീകരിച്ചപ്പോൾ മൊത്തത്തിൽ ഈ സിനിമ ഒരു അവിയൽ പരിവായിട്ട് തീർന്നു. ആക്ച്വലി സെക്കൻഡ് ഹാഫിലൂടെ ഒരു ചരിത്രത്തെ എങ്ങനെ വളച്ചൊടിക്കാം, ഒരു സിനിമ കൊണ്ട് എന്തെല്ലാം മാറ്റങ്ങൾ വരുത്താം, ഒരു സിനിമ എങ്ങനെ ജനങ്ങളെ സ്വാധീനിക്കുന്നെല്ലാം കാട്ടി തന്നിരുന്നു. ആക്ച്വലി ഇപ്പോഴത്തെ മസാല പടങ്ങളെ ഒരു സ്പൂഫാക്കി കാണിച്ചതാണ് കമ്മാരസംഭവത്തിന്റെ സെക്കൻഡ് ഹാഫ്. സത്യങ്ങൾ എന്നും കൈപ്പേറിയതാണ്. കുറുപ്പ് സിനിമ ഇപ്പോൾ സുകുമാരക്കുറുപ്പ് കണ്ടു കഴിഞ്ഞാൽ കമ്മാരസംഭവത്തിൽ വൃദ്ധൻ ദിലീപ് തിയേറ്ററിൽ ഇരുന്ന് ആ സിനിമ കാണുമ്പോൾ ഇടുന്ന എക്സ്പ്രഷൻസ് ആയിരിക്കും സുകുമാരക്കുറുപ്പിന് ഉണ്ടായിരിക്കുക. ആക്ച്വലി ഇവർ രണ്ടാളും വില്ലന്മാരാണ്. പക്ഷെ സിനിമയിൽ ഇവര് ഹീറോ ആയി, അല്ലെങ്കിൽ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഹീറോ ആക്കി. കുറുപ്പ് ഇറങ്ങിയപ്പോൾ അണിയറ പ്രവർത്തകര് കുറുപ്പിനെ നായകനാക്കിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ ആ സിനിമ കണ്ടപ്പോൾ ഏതായാലും ഇന്ദ്രയത്തിന്റെ കഥാപാത്രം നായകനല്ലെന്ന് മനസ്സിലായി. ദുൽഖറിനാണെങ്കിൽ കിടു BGM-ഉം ഡയലോഗ്സും ഗെറ്റപ്പും എല്ലാം ഉണ്ട്. പക്ഷെ ദുൽഖർ ഹീറോ അല്ലെന്ന് അവർ പറയുന്നു. അപ്പോൾ ഹൂ വാസ് ദ ഹീറോ? അതിനുത്തരം നിങ്ങളൊന്ന് കമന്റിൽ പറയണേ. ആക്ച്വലി 2018 പുറത്തിറങ്ങിയ കമ്മാരസംഭവത്തിൽ ഇതുപോലെ ഒരു വില്ലനെ അല്ലേ മുരളി ഗോപി സെക്കൻഡ് ഹാഫിൽ നായകനാക്കിയത്? അതല്ലേ 2021 കുറിപ്പിൽ നമ്മൾ കണ്ടത്? സോ ഹീ പ്രെഡിക്റ്റഡ്. ഈ കണക്ഷൻ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? സോ ശരിക്കും ആരാ ഇല്ലുമിനാറ്റി? അടുത്ത കാരണം ഈ സിനിമയുടെ ഹൈപ്പായിരുന്നു. ദിലീപിന്റെ ബിയേർഡ് ലുക്കാണ് ഈ സിനിമയുടെ ഹൈപ്പ്. ട്രെയിലറിലെയും ടീസറിലെയും BGM, വിഷ്വൽസ് എല്ലാം കണ്ടപ്പോൾ ഇതൊരു മാസ് പടമാണെന്ന് കരുതിയവരായിരിക്കും ഭൂരിഭാഗവും. സിദ്ധാർത്ഥിന്റെ മീശ പിരിച്ചു വെച്ച ലുക്കും പൊളിയായിരുന്നു. മാത്രമല്ല രാമലീല വൻ ഹിറ്റായി നിന്നപ്പോൾ ഇറങ്ങിയ പടമായതിനാൽ അതിന്റെ എക്സ്പെക്ടേഷനും ഈ പടത്തിനുണ്ടായിരുന്നു. ഈ സിനിമയ്ക്ക് ഹൈപ്പ് ഒരു വില്ലനായി എന്ന് തന്നെ പറയാം. പടത്തിന് ആളെ കയറ്റാനായിട്ട് ആദ്യം കിടു BGM ഒക്കെ വെച്ചിട്ട് ഒരു ടീസർ ഇറക്കി. ആ ഉദ്ദേശം നടന്നു. ഫസ്റ്റ് ഡേ നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു. ടീസറും ഫസ്റ്റ് ഡേ ഷോസും ഒക്കെ ഫുള്ളായിരുന്നു. പടം ഇറങ്ങിയതിന് ശേഷം അവരൊരു ട്രെയിലർ ഇറക്കി. ആക്ച്വലി ആ ട്രെയിലർ സിനിമയ്ക്ക് മുന്നേ ഇറക്കിയിരുന്നെങ്കിൽ ഇത്രയും നെഗറ്റീവ്സ് പടത്തിൽ വരില്ലായിരുന്നു. കാരണം ആ ട്രെയിലറിൽ സിനിമ എങ്ങനെയൊക്കെയാണെന്നുള്ളൊരു കാര്യം പറഞ്ഞു പോകുന്നുണ്ടായിരുന്നു. ഒരു ക്ലിയർ കട്ട് ഐഡിയ നമുക്ക് തരണുണ്ടായിരുന്നു. മൊത്തത്തിൽ എല്ലാം ഉൾട്ടായിട്ട് പോയി എന്ന് പറയാം. തിയേറ്ററിൽ ചെന്നപ്പോൾ ടീസറിൽ കണ്ട പോലെ ഒന്നല്ല ഈ സിനിമ എന്ന് ഫസ്റ്റ് ഹാഫിൽ തന്നെ മനസ്സിലായി കാണും. ആക്ച്വലി മാസ് പടം ആഗ്രഹിച്ചവർക്ക് സെക്കൻഡ് ഹാഫിൽ മാസ് ഉണ്ടായിരുന്നു. പ്യുവർ സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആഗ്രഹിച്ചവർക്ക് ഫസ്റ്റ് ഹാഫ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്തവർക്ക് 2 സിനിമ കണ്ട പോലത്തെ ഫീലും ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം ചേർന്ന ഒരു പാക്കേജ് ആയിരുന്നു ഈ സിനിമ. ഈ സിനിമയിലെ ഏറ്റവും മികച്ചതെന്ന് പറയുന്ന 3 കാര്യങ്ങൾ പറയാം. ഒന്ന്, ദിലീപും സിദ്ധാർത്ഥും ഉൾപ്പെടെ അഭിനയിച്ച ഓരോരുത്തരും കാഴ്ചവെച്ചത് കിടു പ്രകടനങ്ങളായിരുന്നു. രണ്ടാമത്തേത് ഡയറക്ഷൻ. എന്തോ ഒരു മലയാള സിനിമയിൽ ഇതുവരെ കാണാത്ത രീതിയിലുള്ള മേക്കിങ്ങും എക്സിക്യൂഷനും ആയിരുന്നു ഇതിൽ. മാത്രമല്ല രതീഷ് അമ്പാട്ടിന്റെ ആദ്യ സിനിമയാണിതെന്ന് പറഞ്ഞ ആരും വിശ്വസിക്കില്ല. അത്രയ്ക്ക് കിടുവായിരുന്നു ഡയറക്ഷനും മേക്കിങ്ങും ഒക്കെ. മൂന്നാമത്തേതാണ് സിനിമാറ്റോഗ്രാഫി. വേറെ ലെവൽ ഫ്രെയിംസ് ആയിരുന്നു. അതിലെ വിഷ്വൽസ് കണ്ടാൽ തന്നെ കൊടുത്ത കാശ് വസൂലായിരുന്നു. പിന്നെ സിനിമയിലുള്ള VFX സീൻസും യുദ്ധവും ഗാന്ധിയെയും നേതാജിയെയും കാണിക്കുന്ന സീൻസും ഒക്കെ അടിപൊളിയായിരുന്നു. വിനയ് ഫോർട്ട്, സുധി കരമന, വിജയരാഘവൻ, സിദ്ദിഖ് ഇവരുടെ തുടക്കത്തിലെ കുറച്ച് പരിപാടികളും ഇവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്നതൊക്കെ അത്യാവശ്യം നല്ല ശല്യമായിട്ട് തോന്നി. സിനിമ ആസ്വാദനത്തെ മൊത്തം ഒന്ന് റെഡ്യൂസ് ചെയ്ത പോലെ തോന്നി. അതിനർത്ഥം അവരുടെ അഭിനയം മോശമാണെന്നല്ല. പക്ഷെ സിനിമയിൽ ഇവരുടെ സീൻസ് കാണുമ്പോൾ ഭയങ്കര ലാഗും ഒരു ആവശ്യമില്ലാത്ത പോലെയും തോന്നിയിരുന്നു. ഇവർ വന്നിട്ട് കഥയൊക്കെ ഭയങ്കരമായിട്ട് സ്പൂൺ ഫീഡ് ചെയ്യുന്ന പോലെ തോന്നി. അടുത്ത മെയിൻ റീസൺ ആയിരുന്നു സിനിമയുടെ ഡ്യൂറേഷൻ. 3 മണിക്കൂർ ഉണ്ടായിരുന്നു ഈ സിനിമ. സിനിമയിലെ ഇലക്ഷനും അതിൽ ദിലീപ് ചെയ്യിക്കുന്നതും അതിനുശേഷം ബോബി സിംഹ വരുന്നതും ഒക്കെയുള്ള സീൻസ് ഒഴിവാക്കാമായിരുന്നു. മാത്രമല്ല മൊത്തത്തിൽ സിനിമയിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റുന്ന സീൻസ് ഉണ്ടായിരുന്നിട്ടും അത് ചെയ്യാത്തതുകൊണ്ടാണ് ഇത്രയധികം ലാഗ് ഫീൽ ചെയ്തത്.
ഒരു 2.5 മണിക്കൂറിൽ ഈ സിനിമ കാണിച്ചിരുന്നെങ്കിൽ അർഹിച്ച വിജയം ഉറപ്പായി ഈ സിനിമയ്ക്ക് കിട്ടിയാണ്. മുരളി ഗോപി പറഞ്ഞിരുന്നു ദിലീപിന്റെ 50% മാത്രമേ ഈ സിനിമയിൽ യൂസ് ചെയ്തിട്ടുള്ളതെന്ന്. സിദ്ധാർത്ഥ് രാക്ഷസ നടികർ എന്നാണ് ഈ സിനിമയ്ക്ക് ശേഷം ദിലീപിനെ വിശേഷിപ്പിച്ചത്. ആക്ച്വലി ദിലീപിന്റെ കരിയറിലെ മികച്ച കഥാപാത്രങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു ഈ സിനിമ. മുരളി ഗോപിയുടെ സ്ക്രിപ്റ്റിൽ ലൂസിഫർ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മികച്ചതായിട്ട് എനിക്ക് തോന്നിയത് കമ്മാര സംഭവമാണ്. പുള്ളിയുടെ സിനിമയിൽ അങ്ങേര് പറയുന്ന പൊളിറ്റിക്സ് പലപ്പോഴും പലർക്കും കൊള്ളും. അതുകൊണ്ട് തന്നെയാണ് മുരളിയുടെ പല പടങ്ങളും വിജയിക്കാത്തതും. അതിലേതെങ്കിലും ഒരു കൂട്ടം ആളുകളുടെ കറുത്ത കൈകളുണ്ടോന്ന് അറിയില്ല. കേരളത്തിലെ ജീവിച്ചിരിക്കുന്ന ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ കഥ ഒരു ഫേമസ് ആയിട്ടുള്ള തമിഴ് ഡയറക്ടർ ഒരു ആർട്ടിക്കിൾ വഴി വായിച്ചറിയുന്നു. ആ കഥയ്ക്ക് ഒരു സിനിമയ്ക്കുള്ള സ്കോപ്പ് ഉള്ളതിനാൽ എല്ലാവരിൽ നിന്നും അനുവാദം വാങ്ങിയിട്ട് അയാളുടെ സ്വന്തം കുറച്ച് ക്രിയേറ്റിവിറ്റി ഒക്കെ ചേർത്ത് കുറച്ച് മസാലയൊക്കെ ചേർത്തിട്ട് അതൊരു സിനിമയാക്കി തീർക്കുന്നു. ഒരു കൊമേഴ്ഷ്യൽ സിനിമ. ആ സിനിമ റിലീസിന് ശേഷം വളരെ വലിയ ഹിറ്റ് ആവുകയും ജീവിച്ചിരുന്ന കമ്മാരന്റെ ജീവിതം മാറ്റിമറിക്കുകയും ചെയ്തു. പിന്നീട് ആ ഡയറക്ടർ പല വഴികളിലൂടെ ഒരു ഇൻവെസ്റ്റിഗേഷൻ പോലെ കമ്മാരന്റെ റിയൽ കഥ അന്വേഷിച്ചിറങ്ങുമ്പോൾ എം.എൻ. നമ്പ്യാരെയാണ് ഞാൻ MGR ആക്കിയതെന്ന് തിരിച്ചറിയുന്നു. പക്ഷെ ഇതെല്ലാം ഡയറക്ടർ അറിഞ്ഞപ്പോഴേക്കും കമ്മാരൻ വേറെ ലെവലിൽ ആരാലും തൊടമുടിയാത്ത നിലയിൽ എത്തിച്ചേർന്നിരുന്നു. പക്ഷെ അറിഞ്ഞതെല്ലാം തെളിയിക്കാൻ പറ്റാത്തതുകൊണ്ടും തന്റെ ടാസ്ക് കമ്മാരന്റെ സിനിമ ചെയ്യുക എന്നത് മാത്രമായതിനാലും റിയൽ സിദ്ധാർത്ഥിന് എന്ത് പറ്റിയെന്ന് അറിയാത്തതിനാലും അതിനുള്ള തെളിവൊന്നും കിട്ടാത്തതിനാലും ആ ഡയറക്ടർ ഇതെല്ലാം ഇട്ടിട്ട് തിരിച്ചു പോകുന്നു. ആ സമയം എൻ ക്രെഡിറ്റ്സിൽ സിദ്ധാർത്ഥ് തിരിച്ചു വരാത്തതിന്റെ റിയൽ റീസൺ കാണിക്കുന്നു. എല്ലാവരും അഭിപ്രായപ്പെട്ട പോലെ ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും പരസ്പരം മാറ്റി 2.5 മണിക്കൂറിൽ ഉൾക്കൊള്ളിച്ച് ഞാൻ പറഞ്ഞ പോലെയായിരുന്നു ഈ സിനിമയുടെ പ്ലോട്ടെങ്കിൽ ഈ പടം വിജയിക്കുമായിരുന്നോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അതൊന്ന് കമന്റ്സിൽ പറയണേ. അപ്പോൾ ഈ വീഡിയോയെ പറ്റിയും കമ്മാര സംഭവം സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയുക. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.